ഉള്ളിയുടെ വിലയൊക്കെ കൂടി, തക്കാളിയുടെ വില കൂടി. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും ഐ ഹാവ് ടു പ്രഡിക്റ്റ് ഇനി അടുത്ത മാസം എനിക്ക് ഇത്രയും പോരാ. Namaskaram, welcome to Expert Advice, where we make financial topics easy and meaningful. Today, എല്ലാ ഹൗസ്ഹോൾഡ്സിലും എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കമ്പനീസിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. വൺ ഇസ് ബഡ്ജറ്റിംഗ് ആൻഡ് ദ അതർ ഇസ് ഫോർകാസ്റ്റിംഗ്. ജോയിനിങ് us is JAISON MANDAPATHIL from Hussain Al Shamsi, Chartered Accountants Ajman, an experienced auditor, corporate tax professional in the UAE. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു എക്സ്പേർട്ട് അഡ്വൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. താങ്ക് യു മാം. ഓൾറൈറ്റ്, ഇന്നത്തെ ടോപ്പിക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൗസ് ഹോൾഡ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ബിഫോർ മച്ച് ഡിലേ, വാട്ട് ഈസ് ബഡ്ജറ്റിംഗ്? ഷുവർ. അപ്പം മാം പറഞ്ഞതുപോലെ ദ ടോപ്പിക് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഇസ് ബഡ്ജറ്റിംഗ് വേഴ്സസ് ഫോർകാസ്റ്റിംഗ്. നൗ മെനി എ ടൈംസ് നമ്മളെല്ലാവരും ചിന്തിക്കും ഈ രണ്ടും ഒന്ന് തന്നെയല്ലേ, അതായത് ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും രണ്ടും ഒരേ ഒരു സംഭവം തന്നെയല്ലേ എന്ന്. ബട്ട് ദാറ്റ് ഈസ് വെയർ വി ഹാവ് ടു ബ്രിങ് എ ഡിസ്റ്റിങ്ഷൻ. അതായത് രണ്ടും ദർ ക്ലോസ് റിലേറ്റഡ്, പക്ഷേ രണ്ടും രണ്ട് കാര്യം തന്നെയാണ്, രണ്ടും ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. സോ ലെറ്റ് us start with what budgeting is. ബഡ്ജറ്റിംഗ് സിംപ്ലി പുട്ട്, അതായത് നല്ല സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ സ്പെൻഡിങ് പ്ലാൻ, എ ഗോൾ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡേ ടു ഡേ ലൈഫ് ബേസിസ് നിങ്ങളിപ്പം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സേ ഒരു ട്രിപ്പ് ടു ഫുജേറ യു ആർ ഗോയിങ്, ആൻഡ് ദെൻ ഫോർ എ ട്രിപ്പ് ടു ഫുജേറ യു ആർ സെയിങ് എനിക്ക് അവിടെ വരെ എത്താൻ അവിടുത്തെ ഫുഡ് എക്സ്പെൻസസും ഹോട്ടൽ ബുക്കിംഗ് എല്ലാം കൂടിയിട്ട് നമുക്കൊരു 3,000 ദിറംസിൻ്റെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ എല്ലാവരും ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്, ഒരു വാക്ക് ഉപയോഗിക്കും അവിടെ. അപ്പോൾ ഇവിടെ 3,000 ദിറംസ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുവാന്നിരിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും ഐ എം സെറ്റിംഗ് എ ടാർഗറ്റ്, ഐ എം സെറ്റിംഗ് എ ലിമിറ്റ് ഓവർ ദർ. അതായത് എൻ്റെ ഈ ഒരു ട്രിപ്പിന് ഞാൻ ഇത്രയും ചിലവാക്കാൻ പോകുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഇട്ട് വെച്ചേക്കുക, ഒരു കൺട്രോൾ ഇട്ട് വെച്ചേക്കുക. സെയിം തിങ് if you bring it to a business point of view is, ഇപ്പം ഒരു ബിസിനസ് ഓണർ, സേ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഓണർ ഫോർ എക്സാമ്പിൾ, പുള്ളിക്കൊരു 1 million ദിറംസ് സെയിൽസ് ടാർഗറ്റ് ചെയ്യണം. ആൻഡ് അതിന് വേണ്ടിയിട്ട് പുള്ളിക്കൊരു 700,000 ദിറംസിൻ്റെ എക്സ്പെൻസസ് വരാൻ പാടുള്ളൂ എന്നൊരു ലിമിറ്റ് സെറ്റ് ചെയ്തു. ഓൺലി ദെൻ പുള്ളിക്കൊരു 300,000 ദിറംസിൻ്റെ ഒരു പ്രോഫിറ്റ് ടേക്ക് അവേ വരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ പുള്ളി ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു basic budgeting over there. Now budgets are usually made before the start of a period or before the start of any activity. It helps you, you know, ഒരു കൺട്രോൾ പ്ലേസ് ചെയ്യാൻ, ഒരു ഗൈഡായിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ബഡ്ജറ്റ്. ഇഫ് ഐ ഹാവ് ടു സേ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേർഡ്സ്, ബഡ്ജറ്റ് ഈസ് ബേസിക്കലി ടെലിംഗ് where your money should go instead of wondering where it went. True. So I'm setting a pre-plan ദാറ്റ് ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇത്രയും ഒരു ലിമിറ്റ് വേണം, ഇത്രയും ഒരു ബഡ്ജറ്റിൽ ഞാനങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. ഇൻ വെരി സിമ്പിൾ ടേംസ് ഓവർ ദർ. ഓൾറൈറ്റ്, ശരിയാട്ടോ. പലപ്പോഴും സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് എംപ്ലോയീസിന്റെ ഒരു അവസ്ഥയാണ്, പക്ഷെ അത് ഇവിടെ പോയി എന്നൊരു തോന്നൽ ഒരാഴ്ച കഴിയുമ്പോൾ. അപ്പൊ അവിടെ ഈ ബഡ്ജറ്റ് യൂസ്ഫുൾ ആവും. It's not wondering where it went, but wondering where it should actually go. Alright. കറക്റ്റ്. അപ്പോൾ ഒരു ചെറിയ റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ, കണക്റ്റിംഗ് വിത്ത് സാലറി. നമുക്ക് സാലറി കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി വി വിൽ ബി സെയിങ് ദാറ്റ് ഓക്കെ ഒരു മാസത്തെ ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. നമുക്കറിയാം ഈ മാസം എനിക്ക് റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാനുണ്ട്, ഇലക്ട്രിസിറ്റി കൊടുക്കാനുണ്ട്, വാട്ടർ ബില്ല് കൊടുക്കാനുണ്ട്, വൈഫൈ ബില്ല് കൊടുക്കാനുണ്ട്, അതല്ലാതെ സ്വന്തം ചിലവൊക്കെ ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന സാലറി നമ്മൾ പീസ് ആക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇന്ന എമൗണ്ട് റെന്റിന് വേണ്ടി, ഇന്ന എമൗണ്ട് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കാം. ആൻഡ് ദെൻ ബാക്കി ചെറിയ എമൗണ്ട് എൻ്റെ സേവിങ്സ് അല്ലെങ്കിൽ നാട്ടിലോട്ട് റെമിറ്റ് ചെയ്യാനുള്ളൊരു ബാലൻസും വെച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് എ ഡേ ടു ഡേ ലൈഫ്, ഒരു ബേസിക് ബഡ്ജറ്റിംഗ് വിച്ച് പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് ടു. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളൊരു ബിസിനസ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ യു ആർ ഗിവിങ് എ ഗോൾ, എ ടാർഗറ്റ്, എ ലിമിറ്റ് or a control for your business spending and earnings at the same time. Alright, ഇത് like you know ഒരു monthly or annual ഒക്കെ ഉണ്ടായിരിക്കും വെക്കണം അല്ലേ? Of course, അതൊരു സ്കെയിൽ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ how often you can do it, that will be much better. പൊതുവെ it is done not very frequently, like ഒരു ബഡ്ജറ്റിംഗ് ഇപ്പം സ്മോൾ സ്കെയിൽ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ലൈക്ക് മന്ത്ലി സാലറി ദാറ്റ് ഹാപ്പൻസ് എവറി മന്ത്. എനിക്കറിയാം എല്ലാ മാസം എനിക്ക് സാലറി കിട്ടുമ്പോൾ ഇന്ന എമൗണ്ട് ഇത്രയ്ക്ക് പോകണം. ഒരു ബിസിനസ് സ്കെയിലോട്ട് വരുമ്പോഴത്തേക്കും ഇറ്റ് പൊതുവെ ഹാപ്പൻസ്
half yearly basis, ചിലപ്പം quarterly basis, Okay. sometimes it can be on annual basis. പക്ഷെ നല്ലൊരു ഡൈനാമിക് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ they do it probably every month as well. That's ഓരോ മാസത്തേക്ക് practical. തന്നെ ബഡ്ജറ്റ് ചെയ്ത് പോകും. കാരണം അത്രയും വോളിയം അല്ലെങ്കിൽ അത്രയും എക്സ്പോജർ ഉള്ള കമ്പനിക്ക് ഒരു മന്ത്ലി ബേസിസ് ബഡ്ജറ്റ് ചെയ്യുന്നതായിരിക്കും അത്രയും കൂടുതൽ കൺട്രോൾ കിട്ടുന്നത്. Yes, and what is forecasting? Yes, we spoke about budgeting now to forecasting over here. Forecasting is different from budgeting. അതായത് രണ്ട് തന്നെയാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് മോർ ലൈക്ക് ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുന്നത്. അതായത് ലെറ്റ്സ് കം ബാക്ക് ടു ദി എക്സാമ്പിൾ. നമ്മുടെ ഫുജേറ പോകുന്ന ട്രിപ്പ് ഫോർ എക്സാമ്പിൾ 3,000 നമ്മൾ ബഡ്ജറ്റ് 3,000 ബഡ്ജറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. വഴി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു റോഡ് ബ്ലോക്കായി. അത് കാരണം ഐ ഹാവ് ടു ടേക്ക് എ ലോങ് റൂട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇച്ചിരി കിലോമീറ്റർ ആയി, ഇച്ചിരി ഫ്യൂൽ എക്സ്പെൻസ് കൂടി. അപ്പോൾ എനിക്ക് അപ്പം തന്നെ തോന്നി ഓക്കെ ഈ 3000 ഒതുങ്ങില്ല. കാരണം എനിക്കിപ്പം ഇച്ചിരി എക്സ്ട്രാ പെട്രോൾ അടിക്കേണ്ടി വരും. ഒരു 200 dirhams ഫുൾ ടാങ്കിന്റെ ഒരു പെട്രോൾ എനിക്ക് അടിക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു കേസിൽ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് 3000 dirhams കാട്ടിലും കൂടിയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പോക്ക് ശരിയാവില്ല, എനിക്ക് ഇച്ചിരി എക്സ്ട്രാ ഫണ്ട് ഇറക്കേണ്ടി വരും. അവിടെ തന്നെ എനിക്കൊരു പ്രഡിക്ഷൻ വന്നു, ഒരു ഫോർസൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ നടന്നപ്പോഴത്തേക്കും I can use this to analyze what my future outcome is going to be. So budget is basically setting a limit. പക്ഷെ forecasting is I'm not setting a limit over there. ഇപ്പം as a result of the current situation, as a result of current trend, എൻ്റെ ബിസിനസ് ഏത് രീതിയിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയി എവിടെ എത്തും എന്നൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ ആണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓവർ ഹിയർ മന്ത്ലി സാലറി ഒരാൾ പുള്ളി പറയുന്നത് എനിക്ക് 500 dirhams ആയിരിക്കും പുള്ളിയുടെ മന്ത്ലി ബഡ്ജറ്റ് ഫോർ ദി ഇലക്ട്രിസിറ്റി. പക്ഷേ 2 മാസമായിട്ട് പുള്ളി നല്ല രീതിയിൽ AC ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി ചൂട് കാലത്ത്. അപ്പോൾ there itself now he realized something. ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് 500 രൂപയായിരിക്കും, പക്ഷെ പുള്ളിയുടെ AC ഉപയോഗിക്കുന്ന പോക്ക് കണ്ട 500-ൽ ഒതുങ്ങില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഹീസ് ഫോർകാസ്റ്റിംഗ് ദാറ്റ് അടുത്ത മാസം ഇന്ന രീതിയിൽ AC ഉപയോഗിച്ചാൽ it's going to be maybe 700 dirhams his next month's bill. So as a result of that, what he is doing now, he knows what is going to happen. He can predict. Our forecasting concept to which he is able to predict what's going to happen. Adu karanam basis that prediction, he will be able to make adjustments in his other expenses. All right. 200 രൂപ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി കൊടുക്കണമെങ്കിൽ he has to make corrections somewhere else. ചിലപ്പം എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഒന്ന് ചെറുതായിട്ട് കുറച്ച് പുള്ളിക്ക് വേണ്ട കാര്യത്തിലോട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് വെയർ forecasting comes in. Forecasting is nothing but it's adapting to reality. It's about staying very responsive. അതായത് ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഡൈനാമിക്കലി മാറുന്ന ഒരു അല്ലെങ്കിൽ ഡൈനാമിക്കലി ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഫോർകാസ്റ്റിംഗ്. സോ ബ്രിങ് ഇറ്റ് ടു എ ബിസിനസ് സ്കെയിൽ ഓവർ ഹിയർ. എ പേഴ്സൺ മേക്കിംഗ് 1 million dirhams ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അതിന് 300 dirhams പ്രോഫിറ്റ് പുള്ളിക്ക് 300,000 dirhams പ്രോഫിറ്റ് വേണം പുള്ളിക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ ഹി ഹാസ് ടു ലിമിറ്റ് ഹിസ് എക്സ്പെൻസസ് ടു 700,000 ഓവർ ദർ. മറിച്ച് സേ മിഡിൽ ഓഫ് ദി ഇയർ സംതിങ് ഹാപ്പൻ ടു ദ ബിസിനസ് എൻവയൺമെന്റ്. സേ പുള്ളി കൂടുതൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആയിരിക്കാം. നോക്കുമ്പോൾ ഷിപ്പിംഗ് റേറ്റ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലാവും ഓക്കെ ഇനി അടുത്ത 6 months ചിലപ്പം പുള്ളി പ്രതീക്ഷിച്ച് 300,000 പ്രോഫിറ്റ് കിട്ടില്ലായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി he has to make necessary adjustments now itself so that he can reach his 300,000 dirhams goal over there. All right. So ഇത് പറയുമ്പോൾ തന്നെ I think you can ഒരു പിടിക്കുന്നുണ്ട്. There's a difference over there. You're setting a limit versus you're predicting what's going to happen. അതിന്റെ മെയിൻ കീ ഡിഫറൻസസ് ഒന്ന് പറയോ, ലൈക്ക് യുനോ ഏത് രീതിയിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകും എന്നുള്ളത്? ഷുവർ. ഇപ്പം ഇഫ് യു ഹാവ് ടു സിംപ്ലി പുട്ട് അല്ലെങ്കിൽ നല്ലൊരു കീ ഡിഫറൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ലെറ്റ് us see സൈഡ് ബൈ സൈഡ്. ഇപ്പം ബഡ്ജറ്റ് ഫോർ എക്സാമ്പിൾ, ബഡ്ജറ്റിന്റെ ഒരു ടൈമിംഗ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ലെസ് ഫ്രീക്വൻറ്റ്. അതായത് ചിലപ്പം ഒരു ആനുവൽ ബേസിസ് ആയിരിക്കും. ഞാനൊരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെക്കും. മറിച്ച് ഫോർകാസ്റ്റിംഗ് ഇസ് മോർ ഫ്രീക്വൻ്റ്ലി. ഇപ്പം ചിലപ്പം എവറി മന്ത് ആയിരിക്കാം, എവറി ക്വാർട്ടർ ആയിരിക്കാം. ഐ വിൽ അസസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ആൻഡ് ഈ ഒരു ട്രെൻഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഔട്ട്കം, ഞാനിപ്പം തന്നെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് വെക്കുക. So budgeting is ഒരു one time ആയിരിക്കാം or less frequently I'm setting a goal, setting a control point over there. But forecasting is I'm assessing continuously and saying എന്തായിരിക്കും എൻ്റെ ഔട്ട്കം, ഞാൻ ഈ ഒരു
റേറ്റ് പോയാൽ എൻ്റെ ഇപ്പം സെയിൽസ് പറയുന്നത് ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ 3 മാസം തന്നെ എനിക്ക് എൻ്റെ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല. സോ നൗ ഐ നോ ഞാൻ ഇങ്ങനെ പോയ എൻ്റെ ഇയർ എൻഡ് ഗോൾ ഞാൻ ടച്ച് ചെയ്യുമോ, ഐ മൈറ്റ് നോട്ട് ടച്ച്. അപ്പോൾ അതനുസരിച്ച് ഐ വിൽ ഹാവ് ടു ടേക്ക് സം കറക്റ്റീവ് ആക്ഷൻസ് ടുഡേ. For example, now budgeting, it is going to address the question what we want to happen. Okay. നമ്മുടെ ഒരു ഐഡിയൽ സിനാറിയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആക്ച്വലി അച്ചീവ് ചെയ്യേണ്ടത്, അതാണ് ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക്. മറിച്ച് ഫോർകാസ്റ്റിംഗ് ഇറ്റ്സ് ഗോയിങ് ടു ടെൽ us വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ഗോയിങ് ടു ഹാപ്പൻ. അത് നമ്മളായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല, മറിച്ച് ഇതുവരെ നടന്നൊരു സിറ്റുവേഷൻ, ഇതുവരെ നടന്നൊരു ട്രെൻഡിൻ്റെ ഒരു എസ്റ്റിമേഷൻ, ഒരു ഔട്ട്കം ആണ് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ഓവർ ദർ. ഓക്കെ. ആൻഡ് ഇത് ഹൗസ് ഹോൾഡ്സിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളും കൂടെ ഒന്ന് പറയാമോ? ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറച്ച് കുറയ്ക്കുന്ന കുറിച്ച് കിട്ടി, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പം വെരി കോമൺ എക്സ്പെൻസസ് ഇസ് ഗ്രോസറി എക്സ്പെൻസസ്. എസ്പെഷ്യലി ഹൗസ് ഹോൾഡ് പീപ്പിൾ എല്ലാ മാസം ഫുഡിന് വേണ്ടി എന്തായാലും ചിലവാക്കുന്നുണ്ട്. ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രോസറീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടിമെന്റ്സ് ഓർ സപ്ലൈസ് ഒക്കെ വാങ്ങിച്ചു വെക്കും. പൊതുവെ മന്ത് ബിഗിനിങ് തന്നെ ദേ വിൽ ഹാവ് എൻ ഐഡിയ. എല്ലാ മാസം നമ്മൾ ഏകദേശം 3000 dirhams ആയിരിക്കും. വലിയൊരു ഫാമിലിയിലോട്ട് പോകണമെങ്കിൽ ചിലപ്പം 5000 dirhams ദേ ആർ സ്പെൻഡിങ് ഫോർ ഹൗസ് ഹോൾഡ് സപ്ലൈസ്, ഗ്രോസറീസ്, ഫുഡ് എക്സ്പെൻസസ്. അപ്പം അതിപ്പം തന്നെ അവർക്ക് ബഡ്ജറ്റ് ചെയ്ത് വെച്ചേക്കാം. ബട്ട് ഇടയ്ക്ക് ഈ ന്യൂസ് കാണുന്നില്ലേ, ഉള്ളിയുടെ വിലയൊക്കെ കൂടി, തക്കാളിയുടെ വില കൂടി. അപ്പൊ ആ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും ഐ ഹാവ് ടു പ്രൊഡിക്റ്റ്, ഇനി അടുത്ത മാസം എനിക്ക് ഇത്രയും പോരാ, എനിക്ക് ഇച്ചിരൂടെ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഐ വിൽ ബി ഏബിൾ ടു ടേക്ക് നൗ. സോ ഇറ്റ്സ് എ വെരി മൈന്യൂട്ട് എക്സാമ്പിൾ, ബട്ട് ഓൺ എ മെനി ബിഗർ സ്കെയിൽ ദിസ് ഈസ് ക്ലിയർലി ആപ്ലിക്കബിൾ. ആൻഡ് ഈ ഒരു സെനാരിയോയിൽ ഓർമ്മ വന്നാണ്, ഇപ്പോൾ നമുക്ക് കാണാറുണ്ടല്ലോ, ഇപ്പോൾ സീസണൽ ഇപ്പോൾ ഇത് വരുമ്പോൾ ദർ വിൽ ബി എ ലോട്ട് ഓഫ് സെയിൽ. അപ്പം നമ്മൾ നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഓഫർ കാണുമ്പോൾ പെട്ടെന്ന് പോയി മേടിക്കും. പക്ഷെ വാട്ട് റിയലി ഹാപ്പൻസ് ഇസ് നമ്മൾ സാധാരണ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിനെ മേ ബി 3 times ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വരും. ആൻഡ് വി ഹോപ്പ് വി ഹാവ് സേവ്ഡ് മണി. ഓഫ് കോഴ്സ്, ഐ മീൻ ദാറ്റ് ഈസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ. ആക്ച്വലി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. ആ ഒരു സീസണാലിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം തന്നെ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് ഐ എം ഗോയിങ് ടു സ്പെൻഡ് സോ മച്ച്, നമ്മളൊരു ലിമിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് യു ആർ ഫോർകാസ്റ്റിംഗ് ആൻഡ് യു ആർ റേസിംഗ് യുവർ സ്പെൻഡിങ് ലിമിറ്റ് ഓവർ ദർ. എന്ന് പറഞ്ഞതുപോലെ ഫോർ ബിസിനസ്സസ് ഈ ഒരു ഈദ് സീസൺ ഒക്കെ വരുമ്പോഴത്തേക്കും ലോട്ട് ഓഫ് ബിസിനസ്സസ് ഹാവ് ഗുഡ് സെയിൽ ഡ്യൂറിങ് ദീസ് പീരിയഡ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യും, 1 മാസം അല്ലെങ്കിൽ 2 മാസം മുന്നേ തന്നെ ഇതൊന്ന് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കും. ആൻഡ് ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ആ മാസത്തേക്ക് ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെക്കും. അതായത് അവർക്ക് ഇത്രയും വിൽക്കണമെങ്കിൽ ഇത്ര പ്രോഡക്ട്സ് കൈ വേണം, അപ്പോൾ ഇപ്പം തന്നെ അവർ പർച്ചേസ് ചെയ്ത് വെക്കും. സോ യു സീ ഹൗ ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് ബിസിനസ്. അതായത് ബഡ്ജറ്റ് ചെയ്യുന്നു, but at the same time that budget is affected based on your forecast. So on your future outlook നമ്മൾ അതനുസരിച്ച് ഇന്ന് തന്നെ നമ്മളൊരു ബഡ്ജറ്റ് ആക്കി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എക്സ്പേർട്ട് അഡ്വൈസിലല്ലാണ്ട് നിങ്ങൾക്ക് CA ജെയ്സനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ദ നമ്പർ ഇസ് ഗിവൺ ഓൺ സ്ക്രീൻ. ഇറ്റ് ഇസ് 056693699. ഒന്നുകൂടെ സ്ക്രീനിലേക്ക് നോക്കുക, ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഡയറക്റ്റ് നമ്പർ ടു റീച്ചുമാണ്. അല്ല എങ്കിൽ ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ത്രൂ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് കണ്ട് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സണൽ ബിസിനസ് ആവട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ സൊല്യൂഷൻ ആവട്ടെ, അതിപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം ഒക്കെ ഉണ്ട് എങ്കിൽ അതിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഇവൻ മേക്ക് മണി മോർ വർത്ത് അല്ലേ കൂടുതലായിട്ട്. എനിക്കൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട്, ഇപ്പം നമ്മൾ ഈ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് ഓൺ യുവർ പോയിന്റ് ഓഫ് വ്യൂ അത് ശരിക്കും ഒരു ഫാമിലിക്ക് അത് മണി സേവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഒരു കുറ്റബോധം മാറാനും കൂടി ആയിരിക്കും ചിലപ്പോൾ ഈ ചോദ്യം. ഇറ്റ് ഈസ് ഇന്ത്യയുടെ ഒരു സബ്ജക്റ്റീവ് പോയിന്റ് ഓവർ ഹിയർ. കുറേ പേർക്കൊരു സ്വഭാവമുണ്ട്, ലൈക്ക് നല്ല ഓഫർ പ്രൈസിന് ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബൾക്കിന് വാഷിംഗ് മെഷീൻ ബൾക്കിന് വാങ്ങിക്കും ആൾക്കാര്. അല്ല, അത് വാങ്ങിച്ച് നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യില്ലേ? റൈറ്റ് റൈറ്റ് യെസ്. ആ ഒരു തോട്ട് വരും. പക്ഷേ പലപ്പോഴും നമ്മളെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാതിരിക്കും. നമ്മൾ ഈവൻ വി ബൈ തിങ്സ് ഫോർ നമ്മുടെ ഇടയിലുള്ള സാധനമായിരിക്കാം, ബട്ട് ദെൻ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 4 മാസം കഴിയുമ്പോൾ നാട്ടിൽ പോയില്ല ഇരിക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. ആക്ച്വലി സ്റ്റേറ്റ്മെന്റിൽ തന്നെ ചെറുതായിട്ടൊരു ആൻസർ ഉണ്ട് അതിൽ. അതായത് ഈവൻ ദോ ഒരു സാധനം നല്ല ചീപ്പിന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഓഫർ പ്രൈസ് വരുന്നുണ്ട്, ഹൗസ് ഹോൾഡിന് ഇത് ബൾക്കായിട്ട് വാങ്ങിക്കണോ അല്ലെങ്കിൽ നാട്ടിലോട്ട് എടുക്കണോ എന്ന് എന്തായാലും ഒരു ചിന്ത വരും. ദ ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ് റിക്വയർഡ് ഓർ നോട്ട്? ഇഫ് ഇറ്റ് ഇസ് ആക്ച്വലി റിക്വയർഡ് ദെൻ ഇറ്റ് മേക്ക് സെൻസ്. നിങ്ങൾ വാങ്ങിച്ച ആക്ച്വലി നാട്ടിൽ ഉപയോഗമുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, വീട്ടിലോട്ട് ഉപയോഗമുണ്ട്, യു ആർ ടേക്കിംഗ് ഇറ്റ്, ഇറ്റ് മേക്ക് സെൻസ് ഓവർ ദർ. മറിച്ച് ഓൺ ദി അതർ ഹാൻഡ് വെറുതെ വില കുറവുള്ളത് കാരണം യു ആർ ജസ്റ്റ് ബൈയിങ് ഇറ്റ്,
ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ചീപ്പ്. ചിലപ്പം ആ ഒരു ടെൻഡൻസി ഉണ്ടാവും, നമ്മൾ കാണുമ്പോൾ ലൈക്ക് ഓ സെയിം നല്ലൊരു റേറ്റ് ആണല്ലോ വാങ്ങിച്ചു വെക്കും. എക്സാക്ട്ലി. നൗ ഇറ്റ് ഇസ് സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം. Then the question arises, ഇത് വേണമായിരുന്നു, was it essential, was it required? So if it is definitely not essential or required for you, then I think the answer is simple, it makes no sense in buying it. But if it's something that you're actually using, something that you actually need in the future, and then you're buying it, that is a planned decision. But a planned decision is always a beautiful decision. ഒരു ഇമ്പൾസീവ് ഡിസിഷൻ ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി അൺനെസസറി, ദെൻ ചീപ്പ് ആണെങ്കിലും ഇറ്റ്സ് സ്റ്റിൽ അൺനെസസറി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. അതെ. ആൻഡ് ഈ വൈ ഡു ബോത്ത് മാറ്റർ? ഇപ്പോൾ ബഡ്ജറ്റും അതുപോലെ തന്നെ ഫോർകാസ്റ്റ് രണ്ടും വൈ ഡു ദേ മാറ്റർ? സോ ദീസ് ടു ദോ ദേ ആർ എ സെപ്പറേറ്റ് കോൺസെപ്റ്റ്. അതായത് ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റും രണ്ട് കോൺസെപ്റ്റ് തന്നെയാണ്, ബട്ട് ദേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതായത് രണ്ടിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇത്. ഒരു എക്സാമ്പിളായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫുജൈറ ട്രിപ്പ് തന്നെ നമുക്ക് എടുക്കാം. അതായത് ട്രിപ്പിന് പോകുമ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തു, നമ്മളൊരു ഹോട്ടൽ പ്ലാൻ ചെയ്ത് വെച്ചു. ദിസ് ഈസ് നത്തിങ് ബട്ട് എ വെരി സ്മോൾ സ്കെയിൽ എക്സാമ്പിൾ ഓഫ് ബഡ്ജറ്റിംഗ്. അതായത് ഞാനൊരു ട്രിപ്പിനോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഞാൻ എൻ്റെ റൂട്ട് സെറ്റ് ചെയ്ത് വെച്ചു, എവിടെയാണ് താമസിക്കേണ്ടത്, അതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ നോക്കി വെച്ച് ഞാനൊരു ബഡ്ജറ്റിംഗ് വെച്ചു. മറിച്ച് വഴിക്ക് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ റൂട്ട് ബ്ലോക്ക്ഡ് ആണ്, എനിക്ക് ഒരു ലോങ് റൂട്ട് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ലോങ് റൂട്ട് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്സ് ഇറ്റ്സെൽഫ് വിൽ റീറൂട്ട് ഫോർ us. വി വിൽ നോ ദാറ്റ് നമ്മൾ ഈ വഴി പോവുകയാണെങ്കിൽ ഞാൻ എത്തുന്ന രീതിയിൽ എത്തൂല, ബട്ട് ഐ വിൽ ഹാവ് ടു ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട്, ഐ വിൽ ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഓവർ ദർ, ഓർ ഐ വിൽ ഹാവ് ടു ഇൻകർ എക്സ്ട്രാ കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഇസ് വെയർ ഫോർകാസ്റ്റിംഗ് കംസ്. വെൻ എ സിറ്റുവേഷൻ കംസ് അതനുസരിച്ച് ഐ എം പ്ലാനിങ് നൗ. എനിക്ക് ആദ്യം ചിന്തിച്ച പ്ലാൻ അല്ല വേണ്ടത്, എനിക്ക് രണ്ടാമത്തൊരു പ്ലാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വെയർ budgeting mixed with forecasting plays a very vital role. ഓരോ ബിസിനസ്സിനും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇയർ ബിഗിനിങ് itself they might give a budget over there. പക്ഷേ ആ ട്രെൻഡ് അനുസരിച്ച് മാറുമ്പോഴത്തേക്കും ഒരു സീസണിൻ്റെ ഷിഫ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർകാസ്റ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് തിരിച്ചു വന്ന് നമ്മുടെ ബഡ്ജറ്റിന് റിവൈസ് ചെയ്യേണ്ടതാണ്. ആൻഡ് നൗ അക്കോർഡിംഗ്ലി ഒരു റിവൈസ് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഐ ഹാവ് ടു സെറ്റ് മൈ ടാർഗറ്റ്. ദാറ്റ് ഈസ് വെയർ ഐ നോ ഞാനിപ്പം പറഞ്ഞ 1 million dirhams ചിലപ്പം I might not reach there. I might go beyond that. അപ്പോൾ then ആ ഒരു ഫോർകാസ്റ്റ് വെച്ച് ഞാൻ എൻ്റെ ബഡ്ജറ്റിനെ റിവൈസ് ചെയ്യുന്നു. ഐ എം സെയിങ് ഓക്കെ നൗ മൈ ടാർഗറ്റ് ഇസ് നോട്ട് 1 million dirhams. എനിക്ക് 1.2 million dirhams എൻ്റെ സെയിൽസ് എത്തിക്കണം. അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസസ് എത്ര ചെയ്യേണ്ടത്, എക്സ്പെൻസ് ലിമിറ്റ് സെറ്റ് ചെയ്യണം. സോ അക്കോർഡിംഗ്ലി ഇറ്റ് വർക്ക്സ് അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ്. സോ ബഡ്ജറ്റിംഗ് മിക്സ്ഡ് വിത്ത് ഇൻസൈറ്റ്സ് ഫ്രം ഫോർകാസ്റ്റിംഗ് gives you something called a rolling budget. Rolling budget is where നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിനെ ഒന്ന് നോക്കി റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വലിയ കമ്പനീസിനൊക്കെ അവർ മന്ത്ലി ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് ആ മന്ത് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ആക്ച്വൽസ് ആയിട്ട് കമ്പയർ ചെയ്യും. ഇവർ സെറ്റ് ചെയ്ത ബഡ്ജറ്റ് രീതിയിലാണോ ഇവരുടെ കമ്പനി ഓടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് വേരിയൻസ് വരുന്നത്. ആ വേരിയൻസ് ദേ ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ് ഫോർ മേക്കിംഗ് നെക്സ്റ്റ് മന്ത്സ് ബഡ്ജറ്റ്. അപ്പോൾ നൗ ഇറ്റ് വിൽ ബി എ മോർ ഇൻഫോംഡ് ബഡ്ജറ്റ്. അവിടെയാണ് നമ്മുടെ ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും രണ്ടിനെയും പിടിച്ച് ഒറ്റൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്ന ഒരു സ്കീമിലോട്ട് നീങ്ങുന്നത്. ഓക്കെ. ഇപ്പോൾ ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നവരുണ്ടല്ലോ, ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് കമ്പനീസ് ആവട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഗ്രോസറീസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ചിലപ്പോൾ ഇപ്പോൾ നേരത്തെ പോലെ ഇമ്പൾസീവായിട്ട് വാങ്ങിച്ച് സ്റ്റോക്കൊക്കെ ചെയ്ത് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും ഒന്നും പ്രോപ്പർലി ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഓഫ് കോഴ്സ് നല്ല രീതിയിൽ കോൺസിക്വൻസസ് ഉണ്ടാവും ഇതിന്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ നല്ലൊരു പൂവർ ഫൈനാൻഷ്യൽ കൺട്രോൾ ആയിട്ട് മാറും ഇത്. അതായത് ബഡ്ജറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റ് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അൺനെസസറി ആയിട്ട് സാധനം ഇങ്ങനെ വലിച്ചു വരി വി മൈറ്റ് സ്റ്റോർ ആൻഡ് കീപ് വിത്ത് us. ഇപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അൺനെസസറി ഇൻവെന്ററി വാങ്ങിച്ചു വെച്ചാൽ അവിടെ തന്നെ അവരുടെ ക്യാഷ് ബ്ലോക്ക് ആവുന്നുണ്ട്, അവരുടെ വെയർഹൗസ് സ്പേസ് ബ്ലോക്ക് ആവുന്നുണ്ട്. വേണ്ടിയ സാധനം വരുമ്പോഴത്തേക്കും ചിലപ്പം സ്പേസ് കാണില്ലായിരിക്കും. അപ്പോൾ ഇറ്റ് കോസസ് അൺനെസസറി ഇഷ്യൂസ് ഫോർ ദ കമ്പനി. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് തിങ് ഇസ് ഒരു അൺവാണ്ടഡ് ഓർ പുവർ ഫൈനാൻഷ്യൽ കൺട്രോളിലോട്ട് തന്നെ ആ ബിസിനസ് നീങ്ങും. അതല്ലാണ്ട് ഇപ്പം ഫോർകാസ്റ്റിംഗ് എസ്പെഷ്യലി ഞാനിപ്പം പറയുന്ന പോലെ വി മൈറ്റ് ഹാവ് സെറ്റ് എ ലിമിറ്റ് ഓഫ് 1 million dirhams റവന്യൂ എനിക്ക് അച്ചീവ് ചെയ്യണം. പക്ഷെ ആക്ച്വലി ഇവരുടെ ചേഞ്ച് ഇൻ ട്രെൻഡ് ഇവർ ഇപ്പം തന്നെ ഒന്ന് ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചാൽ, ഇപ്പം തന്നെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചാൽ അതനുസരിച്ച് അവർ ആക്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ 1 million അല്ലാണ്ട് they might have hit 1.5 million. They could have seized an opportunity. അപ്പോൾ ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്, എസ്പെഷ്യലി ഫോർകാസ്റ്റിംഗ്
will help us seize strategic opportunities in the future. In the Jalpam, we might not know it, but we have to prepare for a growth in the future, and that will definitely come from forecasting. അതല്ലാണ്ട് ഇപ്പം നമ്മുടെ ലോക്കൽ കംപ്ലയൻസസ് എല്ലാ 3 മാസം കൂടുമ്പോൾ മോസ്റ്റ് ഓഫ് ബിസിനസ്സസ് ദേ ഹാവ് വാറ്റ് ഫയലിംഗ്. അപ്പോൾ അവർക്കറിയാം, അതായത് 3 മാസം കൂടുമ്പോൾ വാറ്റ് ഫയലിംഗ് വരുന്നുണ്ട്. അവരിപ്പം തന്നെ അനുസരിച്ച് അതിൻ്റെ ക്യാഷ് ഫ്ലോ എല്ലാം റെഡിയാക്കി വെച്ച് പേയ്മെൻറ്റിൽ ഒരു ഡിലേ വരുത്താതെ നോക്കണം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. കംപ്ലയൻസ് മീറ്റ് ചെയ്യണം. ഇയർ എൻഡ് വരുമ്പോഴത്തേക്കും ഇപ്പം കോർപ്പറേറ്റ് ടാക്സസ് ഇൻ പ്ലേസ്. അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ, ഇത്രയും ആയിരിക്കും അവരുടെ ഒരു പോസിബിൾ കോർപ്പറേറ്റ് ടാക്സ് പേയബിൾ ടു ദ ഗവൺമെൻറ്. അപ്പോൾ അവരിപ്പം തന്നെ അതിൻ്റെ ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് എടുത്ത് മേക്ക് ഷുവർ ദേ ഹാവ് ഇനഫ് ക്യാഷ് ഫ്ലോസ് ഇൻ ഹാൻഡ്. കീപ്പിംഗ് ഓൾ ദിസ് അസൈഡ്, ക്യാഷ് ഫ്ലോ ഇമ്പാക്ട് ചെയ്യാത്ത സാധനം തന്നെ ചെറുതായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ബട്ട് നമുക്കൊരു ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റിന്യൂവൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും എനിക്കത് ഇപ്പം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പോൾ 1 month ബിഫോർ എക്സ്പയറി ഐ ഡു റിന്യൂവൽ പ്രോസസ്സസ്. അപ്പോൾ my forecasting or my budgeting function not only helps with financial management, but ഒരു regulatory side ന്നും നല്ല രീതി it will give me a protection over there. And of course your goals should be aligned. ഇപ്പം ഒരു വലിയ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും, even if it is a medium size or a small size company, ഒരു ഓണറിന് ഒരു ഡ്രീം ഉണ്ടാവും. A business owner will have his dream, his target, his goal he wants to achieve. ഒരു വിഷൻ ഉണ്ടാവും. ആ വിഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെ പല പല മിഷൻസ് സെറ്റ് ചെയ്ത് വെക്കും. ആ മിഷൻസ് ക്ലിയർ ആയിട്ട് എംപ്ലോയീസിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സോ ദാറ്റ് യു ഹാവ് യുവർ വിഷൻ, യു ആർ ബഡ്ജറ്റിംഗ് എ വിഷൻ, ദാറ്റ് ബഡ്ജറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് to your staff so that they can also take the necessary actions to fulfill this budget that you set. അപ്പോൾ not just fulfilling the budget, but they will also take an ownership. അതായത് അവരായിട്ട് തന്നെ എവിടെയെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് വന്നൊരു നല്ല സജഷൻ തരുമായിരിക്കും, ഒരു നല്ലൊരു ഫോർകാസ്റ്റ് പ്ലാൻ, ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ്. ഓ മൈ ഗോഡ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ? ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ചെറിയൊരു കോൺസെപ്റ്റ് തന്നെ. മിക്കവാറും ഒന്ന് ഡേ ടു ഡേ ബേസിസ് എല്ലാവരും അറിയാതെയോ അറിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് ഇത്. ബട്ട് അത് അറിഞ്ഞ് ക്ലിയർ ആയിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ വെരി പവർഫുൾ കോൺസെപ്റ്റ് ഇൻഡീഡ്. All right. And is there any golden tip that you would like to convey to the viewers? Of course. I mean, ഇത് തന്നെ summarize ചെയ്യുവാണെങ്കിൽ I would take it away as a golden tip. Definitely, first things first, prepare a budget. It can be personal, it can be business, it can be for the family altogether, it can be for any matter of fact, to be honest. Making a budget, setting a goal, setting a limit itself, it will help as a control point for you. അനാവശ്യമായ എക്സ്പെൻസസ് വരില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഹയർ ലിമിറ്റ്, ഒരു സെയിൽസ് ടാർഗറ്റ് എത്തണമെങ്കിൽ ആ ഒരു ഗോൾ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ഗോൾ ഇല്ലാണ്ട് നമ്മളൊന്ന് ബിസിനസ് ഓടിക്കാൻ നോക്കുവാണെങ്കിൽ കിട്ടിയാ കിട്ടി, പോയ പോയെന്ന് സ്കീമിലോട്ട് ഓടിപ്പോയാൽ ഡെഫിനറ്റ്ലി യു നെവർ റീച്ച് എനിവെയർ. അപ്പോൾ യു സെറ്റ് എ ഗോൾ, ആ ഗോളിലോട്ട് എത്തിക്കണം. ദാറ്റ് ഈസ് വെയർ ബഡ്ജറ്റ് ഹെൽപ്സ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ്, സ്റ്റാർട്ട് ഡൂയിങ് യുവർ annual or periodic or monthly forecasts. It need not be even monthly. ഇപ്പം ചിലപ്പം ഈ ഒരു മാസം within a week itself there will be a shift in business, shift in environment. എനിക്ക് ആ സ്പോട്ടിൽ തന്നെ ആ ഫോർകാസ്റ്റ് I have to use it to revise my budget. And that is the third thing itself, using these two together. You have planning and you have adjusting. രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താൽ you have smart business decisions over there. വാവ്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഗൈഡൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓൺടർപ്രണേഴ്സിന് മാത്രമല്ല, ഹോം മേക്കേഴ്സിനും അതുപോലെ തന്നെ ഈവൻ സ്റ്റുഡൻസിന് അവരുടെ പോക്കറ്റ് മണി പോലും ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിംഗും ഇപ്പോഴേ തുടങ്ങാം. യു ആർ ഗെറ്റിംഗ് സ്റ്റൈപ്പൻഡ് ഓർ ഫണ്ട് ഫ്രം യുവർ പേരൻസ് ഓർ ഇന്റേൺഷിപ്പ്. ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് വിൽ ബി കവർഡ് ഹിയർ. യെസ്. അപ്പോൾ വീക്ക്ലി അലവൻസ് ഒക്കെ കിട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് ദെൻ ഇൻ കേസ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഓൾസോ യു ക്യാൻ കണക്ട് വിത്ത് ഹിം. അല്ല എങ്കിൽ അപ്പയും അമ്മയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് കൺഫ്യൂഷനൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ do contact Hussein Al-Shamsi, Chartered Accountants, or directly reach CA JAISON Mandapatthil. The number is 0566936999. Entrepreneursനും അതുപോലെ തന്നെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഇന്നത്തെ എപ്പിസോഡ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. So we'll see you on the next episode. Sure. Thank you so much.